രാഷ്ട്രീയ കേരളവും ഭാരതം മുഴുവനും ഒരുപോലെ ഉറ്റുനോക്കുന്ന പശ്ചിമ ബംഗാളിലെ ആ കടുപ്പമേറിയ പോരാട്ട ഭൂമിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് സാധാരണ കേട്ട് ശീലിച്ച രാഷ്ട്രീയ ആരോപണങ്ങളല്ല, മറിച്ച് തൃണമൂൽ കോൺഗ്രസിനെയും മുഖ്യമന്ത്രി മമതാ ബാനർജിയെയും അടിമുടി വിറപ്പിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാസ് എൻട്രിയാണ്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ബംഗാൾ രാഷ്ട്രീയത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി വാണിരുന്ന മമതയെ അവരുടെ തന്നെ തട്ടകത്തിൽ ചെന്ന് ഇത്രത്തോളം പരിഹസിക്കാനും ആത്മവിശ്വാസത്തോടെ വിമർശിക്കാനും മോദിക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? ബംഗാളിലെ ജനലക്ഷ്യങ്ങളെ സാക്ഷിയാക്കി മോദി ഇന്ന് ഓരോ വാക്കും തൊടുത്തുവിട്ടത് കൃത്യമായ ലക്ഷ്യത്തോടെയാണ്. മാമാതി മാനുഷ് എന്ന മമതയുടെ വികാരപരമായ മുദ്രാവാക്യത്തെ അതേ വേദിയിൽ വെച്ച് തന്നെ കീറി മുറിച്ച് പരിശോധിച്ച മോദി ബംഗാളിലെ ഇന്നത്തെ അവസ്ഥയെ അതീവ സർക്കസത്തോടെയാണ് അവതരിപ്പിച്ചത്. പ്രസംഗത്തിലുടനീളം മമതാ സർക്കാരിന്റെ പരാജയങ്ങളെ അക്കമിട്ട് നിരത്തുമ്പോഴും ഒരു പോരാളിയുടെ വീര്യവും ഒരു ഭരണാധികാരിയുടെ കരുത്തും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. മമതയുടെ കരുത്തായ സ്ത്രീ വോട്ടർമാരെ പോലും തൃണമൂലിനെതിരെ ചിന്തിപ്പിക്കാൻ പാകത്തിലുള്ള ഗംഭീരമായ ആ വോട്ട് തേടൽ ശരിക്കും ബംഗാൾ രാഷ്ട്രീയത്തിലെ പുതിയൊരു അധ്യായത്തിന് തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്താണ് മോദി അവിടെ അത്ര ഗൗരവമായി പറഞ്ഞത്? മമതയുടെ കോട്ടകളിൽ വിള്ളലുണ്ടാക്കാൻ മോദി പ്രയോഗിച്ച രാഷ്ട്രീയ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. പ്രധാനമായും 3 കാര്യങ്ങളാണ് മോദി തന്റെ പ്രസംഗത്തിലൂടെ തൃണമൂൽ ക്യാമ്പിനെ തകർക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ആദ്യത്തേത് മമതയുടെ പ്രിയപ്പെട്ട മുദ്രാവാക്യത്തെ പരിഹസിച്ചുകൊണ്ടുള്ളതായിരുന്നു. അമ്മയും മണ്ണും മനുഷ്യനും എന്നതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടെങ്കിലും പ്രായോഗികമായി മമതയുടെ ഭരണത്തിൽ ഇതിനെല്ലാം സംഭവിച്ചത് വലിയ ദുരന്തമാണെന്ന് മോദി പറഞ്ഞു. ബംഗാളിലെ അമ്മമാർ ഇന്ന് കണ്ണീരൊഴുക്കുകയാണെന്നും പവിത്രമായ ആ മണ്ണ് നുഴഞ്ഞുകയറ്റക്കാർക്ക് മമത തീരെഴുതി കൊടുത്തുവെന്നും സാധാരണ മനുഷ്യർ ഗുണ്ടകളെ ഭയന്ന് വീടുകളിൽ കഴിയുകയാണെന്നും പറയുമ്പോൾ അത് വെറുമൊരു ആരോപണമല്ല, മറിച്ച് മമതയുടെ രാഷ്ട്രീയ ശൈലിക്കേറ്റ കനത്ത പ്രഹരം തന്നെയാണ്. സ്വന്തം നാടിന്റെ മണ്ണ് അന്യർക്ക് വിട്ടുകൊടുക്കുന്ന മുഖ്യമന്ത്രിക്ക് എങ്ങനെ മാതിയെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുമെന്ന ചോദ്യം വലിയ രീതിയിൽ ചർച്ചയായി കഴിഞ്ഞു. ഇനി രണ്ടാമതായി സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ മമതയെ മോദി അക്ഷരാർത്ഥത്തിൽ നാണം കെടുത്തി. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജ് സംഭവം മുതൽ കംദൂനിയിലെ ക്രൂരത വരെ ഓരോന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന് അവകാശപ്പെടുന്ന മമതയുടെ മൂക്കിന് താഴെയാണ് ഇത്തരം ക്രൂരതകൾ നടക്കുന്നതെന്നും പ്രതികളെ പിടിക്കുന്നതിന് പകരം ഇരകളെ വേട്ടയാടാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും മോദി കുറ്റപ്പെടുത്തി. ഈ ദയനീയരഹിതമായ സർക്കാർ ഗുണ്ടകളെ സംരക്ഷിക്കുന്ന തിരക്കിലാണെന്ന മോദിയുടെ പരിഹാസം മമതയുടെ ജനപ്രീതിയെ സാരമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. മമതയ്ക്ക് വേണ്ടി വോട്ട് ചെയ്തിരുന്ന സഹോദരിമാർ പോലും ഇന്ന് BJP-യിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള മോദിയുടെ മുന്നറിയിപ്പാണ് തൃണമൂൽ നേതാക്കളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ഫലം വരുമ്പോൾ ബംഗാളിലെ ഓരോ അഴിമതിക്കാരനും പീഡകനും നിയമത്തിനു മുന്നിൽ കണക്ക് പറയേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് പ്രസംഗമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു ശുദ്ധീകരണത്തിന്റെ സൂചനയാണ്. മമതയുടെ ജനപ്രിയ പദ്ധതികളായ ലക്ഷ്മീർ ഭണ്ഡാരും കന്യാസ്ത്രീയും കൊണ്ടൊന്നും ജനങ്ങളുടെ രോഷത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ലെന്ന് സന്ദേശ് ഗാലിയിലെ പ്രതിഷേധങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വികസനവും ഭരണവും ലക്ഷ്യമിട്ടുള്ള BJP-യുടെ ഈ പടയോട്ടം ബംഗാളിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുക തന്നെയാണ് മോദിയുടെ വാക്കുകൾ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. കഴിഞ്ഞ 15 വർഷത്തെ മമതയുടെ ഭരണം കൊണ്ട് ബംഗാളിൽ എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ അത് ശരിക്കും പരിശോധിക്കപ്പെടേണ്ട ഒന്നാണെന്ന് മോദി തന്റെ പ്രസംഗത്തിൽ ആവർത്തിച്ചു. വികസനത്തിന് പകരം ആക്രമണവും അഴിമതിയുമാണ് അവിടെ തഴച്ചു വളർന്നതെന്നാണ് യാഥാർത്ഥ്യം. അമ്മ, മണ്ണ്, മനുഷ്യൻ എന്നൊക്കെ പറയുന്ന മമതയുടെ ഭരണത്തിൽ അമ്മമാർക്ക് കണ്ണീരും മണ്ണിന് നുഴഞ്ഞുകയറ്റക്കാരെയും മനുഷ്യർക്ക് ഭയവുമാണ് ലഭിച്ചതെന്ന് മോദി ആഞ്ഞടിച്ചു. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടെ ബംഗാളിന്റെ മണ്ണ് അന്യർക്ക് തീരെഴുതി കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് ദീദിക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നതെന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അത് ഓരോ ജനങ്ങളുടെയും ഉള്ളിൽ തറയ്ക്കുന്ന സത്യമായി മാറിക്കഴിഞ്ഞു. സ്വന്തം മുദ്രാവാക്യത്തെ ഇത്രത്തോളം വഞ്ചിച്ച മറ്റൊരു മുഖ്യമന്ത്രി വേറെയുണ്ടോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ചോദ്യം. ബംഗാളിനെ മമതയുടെ സ്വകാര്യ സ്വത്തല്ലെന്നും മാറ്റത്തിന്റെ കാറ്റ് മോദിയുടെ നേതൃത്വത്തിൽ അവിടെ വീശി തുടങ്ങിയെന്നുമാണ് ഈ പ്രസംഗത്തിന്റെ ആകെത്തുക. തൃണമൂൽ കോൺഗ്രസിന്റെ അഹങ്കാരം 1ാം ഘട്ടത്തോടെ തകർന്നുവെന്നും 2ാം ഘട്ടം BJP-യുടെ വിജയമുറപ്പിക്കുമെന്നുള്ള ആത്മവിശ്വാസം മോദിയുടെ ഓരോ വാക്കിലും ഉണ്ടായിരുന്നു. മമതയുടെ കോട്ടകളിൽ മോദി വിള്ളലുകൾ വീഴ്ത്തിക്കഴിഞ്ഞു എന്നാണ് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത്. മമതയുടെ ഭരണം കൊണ്ട് ബംഗാളിന് ഒരു ഗുണവും ഉണ്ടായില്ലെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പശ്ചിമ ബംഗാളിലെ ഈ രാഷ്ട്രീയ പോരാട്ടം വെറുമൊരു അധികാര കൈമാറ്റത്തിന് വേണ്ടിയുള്ളതല്ല,
മറിച്ച് പതിറ്റാണ്ടുകളായി ബംഗാൾ ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭയത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയുള്ളതാണ്. മോദി തന്റെ പ്രസംഗത്തിലുടനീളം ഊന്നി പറഞ്ഞതുപോലെ മമതയുടെ ഭരണം കൊണ്ട് ബംഗാളിന് ലഭിച്ചത് അഴിമതിയുടെയും ആക്രമണത്തിന്റെയും പുതിയ പുതിയ മുഖങ്ങൾ മാത്രമാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കി അധികാരം കൈയാളുന്ന കാലം കഴിഞ്ഞുവെന്ന് ഓരോ റാലിയിലും ഈ ജനക്കൂട്ടം തെളിയിക്കുകയാണ്. ഇനി നമുക്കറിയാം, ഒരു കാലത്ത് ഭാരതത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിരുന്ന ബംഗാൾ ഇന്ന് വാർത്തകൾ നിറയുന്നത് ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ഭരണകൂടത്തിന്റെ പേരിലാണ്. ഈ അപമാനത്തിൽ നിന്ന് ബംഗാളിനെ വീണ്ടെടുക്കാൻ മോദിയുടെ നേതൃത്വത്തിലുള്ള BJPക്ക് മാത്രമേ കഴിയുമെന്ന ബോധ്യം സാധാരണക്കാരായ ജനങ്ങളിൽ ഉറച്ചു കഴിഞ്ഞു. ദീദിയുടെ കോട്ടകൾ ഓരോന്നായി തകരുമ്പോൾ വികസനത്തിന്റെയും സമാധാനത്തിന്റെയും പുതിയൊരു പുലരിക്കായി ബംഗാൾ ദാഹിക്കുകയാണ്. ജൂൺ 4 ആ വിധി ദിനത്തിൽ ബാലറ്റ് ബോക്സുകൾ തുറക്കുമ്പോൾ അത് മമതയുടെ ഏകാധിപത്യ ഭരണത്തിനുള്ള മറുപടിയും മോദിയുടെ വികസന രാഷ്ട്രീയത്തിനുള്ള അംഗീകാരവുമായിരിക്കും. മമതയുടെ ഗുണ്ടകളെ പേടിച്ച് ആരും വോട്ട് ചെയ്യില്ലെന്ന് കരുതിയെടുത്ത് ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തി മോദി നടത്തിയ റാലികൾ മമതയ്ക്കുള്ള ഒരു വലിയ മറുപടി തന്നെയായിരുന്നു. ദീദി, നിങ്ങളുടെ ഈ ഭീഷണികളൊന്നും ഇനി ബംഗാളിൽ വിലപ്പോകില്ല. ജനങ്ങൾ നിങ്ങളെ പരിഹസിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ അത് മമതയുടെ ഏകാധിപത്യ സ്വഭാവത്തിനുള്ള വലിയൊരു തിരിച്ചടിയായിരുന്നു. കേന്ദ്ര സർക്കാർ പണം നൽകി നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന ബംഗാളിൽ എത്തുമ്പോൾ അത് ബംഗാൾ ആവാസ് യോജനയായി മാറുകയാണ്. അതുപോലെ സ്വച്ഛ് ഭാരത് പദ്ധതി നിർമ്മൽ ബംഗാൾ ആകും. പണം നൽകുന്നത് ഡൽഹിയിലുള്ള മോദി സർക്കാരാണെങ്കിലും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അടിച്ചു മാറ്റാൻ മമത കാണിക്കുന്ന ഈ ബുദ്ധിയെ മോദി തന്റെ പ്രസംഗങ്ങളിൽ വല്ലാതെ പരിഹസിക്കാറുണ്ട്. പണം കൊടുക്കുന്നത് ഡൽഹി, സ്റ്റിക്കർ ഒട്ടിക്കുന്നത് കൊൽക്കത്ത എന്ന മോദിയുടെ പരിഹാസം സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാണ്. ജനങ്ങൾക്ക് നേരിട്ട് ഗുണം കിട്ടേണ്ട പദ്ധതികൾ പോലും സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനായി പേര് മാറ്റി അവതരിപ്പിക്കുന്ന മമതയുടെ രീതിയെ മോദി വിമർശിക്കൂ. കഴിഞ്ഞ 15 വർഷത്തെ ഭരണത്തിൽ സ്വന്തമായി പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ മമതയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നും പകരം മോദിയുടെ പദ്ധതികളുടെ പേര് മാറ്റി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് ദീദി ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ്. ഈ സ്റ്റിക്കർ ഒട്ടിക്കൽ രാഷ്ട്രീയത്തിലൂടെ ജനങ്ങളെ എത്ര കാലം പറ്റിക്കാൻ കഴിയുമെന്നാണ് മോദിയുടെ ചോദ്യം. കേന്ദ്ര പദ്ധതികൾക്ക് പേര് മാറ്റി നടപ്പിലാക്കുമ്പോൾ പോലും അതിന്റെ ഗുണം സാധാരണക്കാർക്ക് കിട്ടണമെങ്കിൽ തൃണമൂലിന്റെ സിൻഡിക്കേറ്റിന് കമ്മീഷൻ നൽകേണ്ട അവസ്ഥയാണ് ബംഗാളിലുള്ളത്. മോദി നൽകുന്ന സൗജന്യ റേഷൻ പോലും ജനങ്ങളിൽ എത്തുമ്പോൾ അതിൽ മമതയുടെ പടം വെച്ച് സ്വന്തം വകയാണെന്ന് വരുത്തി തീർക്കാൻ നോക്കുന്ന ആ ശൈലിയെ മോദി മാസ്റ്റർ ക്ലാസ് പരിഹാസം കൊണ്ടാണ് നേരിടുന്നത്. ബംഗാളിലെ വികസനം മുരടിപ്പിച്ചത് മമതയുടെ ഈ വാശിയാണെന്ന് ഉറപ്പാണ്. കേന്ദ്ര പദ്ധതികൾ അതിന്റെ പേരിൽ തന്നെ നടപ്പിലാക്കിയാൽ മോദിക്ക് കൂടുതൽ ജനപ്രീതി കിട്ടുമോ എന്ന പേടിയാണ് മമതയെ ഈ പേരുമാറ്റൽ വിദ്യയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ബംഗാളിലെ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്നും ആരുടെ പണമാണ് പദ്ധതികൾക്ക് പിന്നിലെന്നും അവർക്ക് കൃത്യമായി അറിയാം. എന്നാലും ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.